നല്ല ആളാ. എന്നെ അമ്പലത്തിൽ ഒറ്റയ്ക്കാക്കിട്ട് ഇങ്ങോട്ട് വന്നു അല്ലേ? എടാ, നിങ്ങൾ സ്ത്രീകൾക്കല്ലേ ദൈവത്തോട് ഒരുപാട് പരാതിയും പരിഭവങ്ങളൊക്കെ പറയാനുള്ളൂ. ഒക്കെ പിന്നെ എന്ത്, പിന്നെ അമ്പലം എവിടെ അടുത്തല്ലോ, അതാ ഞാൻ വന്നത്. അല്ല, എങ്ങനെയുണ്ട് ഈ കോളനി? കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യം ഇരുന്നതിനേക്കാളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് വാടക കൂടുതലല്ലേ? വാടക നോക്കണ്ടോ, ഇതേ നല്ലൊരു സൈലന്റ് കോളനിയാ. ഇവിടെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവരെ കൈയും കാര്യം പിടിച്ചിട്ട് ഈ ഒരു വീട് കിട്ടുന്നത്. നമ്മൾ ആദ്യം ഫ്ലാറ്റിലല്ലേ ഇരുന്നത്, അവിടുത്തെ ബുദ്ധിമുട്ട് നിനക്ക് പറഞ്ഞൂടെ? ഇവിടെ ആകുമ്പോൾ കുഞ്ഞിനെ ഓടിക്കളിക്കാൻ മുറ്റുണ്ടല്ലോ, അതാ പ്രത്യേകിച്ച് ഇവിടെ തന്നെ എടുത്തത്. ഏട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞൂസ് നമുക്ക് ചേർത്തണ്ടേ തവണ? അതിനിപ്പോ എന്താ ചെയ്യാടോ, ഇവന്മാര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കളഞ്ഞ് ഞാൻ എന്താക്കാനാ? എന്തായാലും ഇവിടെ 5 വർഷം ഉണ്ടാകുന്നാ പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോ ഇവിടെ നല്ല സ്കൂളുണ്ട്, അമൃത വിദ്യാലയം. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ അവിടെ ചേർത്താം. പിന്നെ എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്? ഈ തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യണം. ഇതിപ്പോ ഇന്നലെ ഇവിടെ എത്തിയതുകൊണ്ടേ ഒരു റേഞ്ച് കിട്ടാത്ത പോലെ ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ കുറെ സാധനവും വേണ്ടേ. എന്തായാലും ഞാൻ കുറച്ചുണ്ടെങ്കിൽ ഓഫീസ് വരെ ചെല്ലാണ്ട്. അപ്പൊ എന്തൊക്കെയാ വേണ്ടിച്ചാ നീ വാട്സപ്പിൽ അയച്ചു തരണേ. അതുപോലെ നമ്മളെ ഈ വീട് ശരിയാക്കുന്ന ബ്രോക്കറോട് പറഞ്ഞിട്ടേ വീട്ടു ജോലിക്ക് ഒരാളെ നോക്കി തരാറുണ്ട്. അപ്പൊ ഇന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞേ. ഇൻ കേസ് ഞാൻ ഇവിടെ ഇല്ലെങ്കിലേ ആരാ വരിക നീ നോക്കിട്ട് ചെയ്യണേ. അതിന്റെ ആവശ്യമൊന്നുമില്ല ഏട്ടാ. കുഞ്ഞിന് സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇന്നത്തെ പണിയൊക്കെ ഞാൻ ചെയ്തോളാം. അതൊന്നും വേണ്ടോ, ഇത്രയും കാലമായിട്ട് നീ പണിയെടുത്തില്ലല്ലോ. പിന്നെ ഇതിന് എടപ്പം നമുക്ക് ദൈവം സഹായിച്ചിട്ടേ നല്ല ശമ്പളം ഉണ്ട്, പ്രൊമോഷൻ ട്രാൻസ്ഫർ അല്ലേ. എന്തായാലും ഒരു പുല്ല് ചെത്താൻ കൂടി ഒരാളെ നോക്കണം. കുറെ വളർന്നിട്ടുണ്ട്. പിന്നെ ഏട്ടാ, സാരി കൊടുത്തുകൊടുത്ത് എല്ലാം കഴിഞ്ഞു. ഞാൻ 2-3 ഓർഡർ ചെയ്യട്ടെ? ആദ്യം എത്ര ആഴ്ച ഓർഡർ ചെയ്തോ? ഡെലിവറി വരുമ്പോ പറഞ്ഞാൽ ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. മൊബൈൽ ചാർജ് ചെയ്യട്ടെ, തീരെയില്ല. ചേച്ചി ആരാ? ആ ചന്ദ്രേട്ടൻ പറഞ്ഞിട്ട് വരിക. വീട് പണിക്ക് ആളിനെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് നിങ്ങളായിരുന്നല്ലേ? ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത് സമയത്ത് പണിക്ക് വരിക? ഈ കോളനിയിൽ ഒരു 3-4 വീട്ടിൽ പണിക്ക് നിൽക്കണ്ട ചേച്ചി. രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു 8 മണിക്ക് വന്നാൽ പോരെ? ഏട്ടനൊരു 9 ആകുമ്പോഴേക്കും പോകും. എന്തായാലും അതിനുള്ളിൽ നീ വരുമല്ലോ, അത് മതി. എന്നാ ശരി, ഞാൻ നാളെ മുതൽ വരാം. നാളത്തേക്ക് ആക്കണ്ട. നിനക്ക് വേറെ പണിയില്ലെങ്കിലേ ഇന്ന് തന്നെ തുടങ്ങിക്കോ. ഇവിടെ വന്നിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ലേ. ഇന്ന് തന്നെ ചെയ്യാം. എന്നാ പിന്നെ ചൂലും മോപ്പൊക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. നീ വന്നോ, ഞാൻ എടുത്തുതരാം. ചോദിക്കാൻ വിട്ടുപോയി, എന്താ പേര്? ലക്ഷ്മി. പിന്നെ ലക്ഷ്മിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും അമ്മയും പിന്നെ മോനും ഉള്ളത്. പിന്നെ ഈ 3-4 വീട്ടിലൊക്കെ പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇല്ല ചേച്ചി, എല്ലാ വീട്ടിലും കുറച്ച് നേരമല്ലേ ഉള്ളൂ. ഞാനതൊക്കെ ശീലിച്ചു. നിന്നെപ്പോലെ ഇങ്ങനെ പണിക്ക് പോകുന്ന പെണ്ണുങ്ങളിലേക്ക് അവസ്ഥ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അല്ലേ? ഇവിടത്തെയും പണി ചെയ്യണം, വീട്ടിൽ പോയാൽ അവിടത്തെയും. എന്തോ ഒരു ഭാഗ്യത്തിനെ എനിക്ക് ആ ഗതി വന്നില്ല. എൻ്റെ ഭർത്താവ് എന്നെ രാജകുമാരെ പോലെ നോക്കുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും ഏട്ടൻ വാങ്ങിച്ചു തരും. ശരി, നിന്റെ പണി നടക്കട്ടെ. കുറെ നേരം അമ്പലത്തിൽ പോയി വന്നിട്ടേ സാരി ഒന്നും മാറ്റിയിട്ടില്ല. ചേച്ചി, ഞാൻ അടുത്ത ആഴ്ച തൊട്ടേ കുറച്ച് ദിവസം ലീവായിരിക്കും കേട്ടോ. എടോ, നീ വന്നിട്ടിപ്പോ 2 ആഴ്ചയിലായുള്ളൂ. അപ്പത്തേക്ക് ലീവ് എടുക്കുക പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? അതല്ലേ ചേച്ചി, അമ്മ കുറെ ആയിട്ടേ മുട്ടുവേദനയായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കുറെ കാണിച്ചേ ഒരു ഭേദവും ഇല്ല. എന്തായാലും എവിടെ കാണിക്കുമ്പോഴും പറയണത് ഓപ്പറേഷൻ വേണമെന്നാ. അമ്മയ്ക്ക് പേടിയായിട്ട് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഇപ്പൊ എന്റെ നിർബന്ധം കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടറാ പറഞ്ഞത് തിങ്കളാഴ്ച തന്നെ എന്തായാലും ഓപ്പറേഷൻ ചെയ്യാന്നുള്ളത്. ഇനിയും വൈകിക്കണ്ടാവണ്ടാ. അതായിരുന്നല്ലേ. എൻ്റെ അമ്മയ്ക്ക് മുട്ടുവേദനയുണ്ട്. ഈ പ്രായമായ എല്ലാ സ്ത്രീകൾക്കും ഇപ്പൊ കോമൺ അസുഖം അല്ലേ ഇത്? അല്ല, അമ്മയ്ക്ക് എവിടെ സർജറി പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മൈതാനത്തിൻ്റെ അടുത്ത വലിയൊരു ഹോസ്പിറ്റൽ ചേച്ചി, അവിടെ കാണിക്കുന്നത്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലേ? നല്ല ബില്ലാവുമല്ലോ. ഏട്ടൻ്റെ അമ്മയ്ക്ക് തന്നെ കഴിഞ്ഞ മാസം ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷന് വേണ്ടി കയറ്റിയിട്ടേ എത്ര പൈസ പോയെന്നറിയോ? പൈസന്റെ വിഷയമൊന്നുമല്ലേ ചേച്ചി. ഞാൻ വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും നമുക്ക് അതിന് പൈസ ഒന്നും ആവില്ല. എല്ലാവർക്കും എടുത്തു വെച്ചിട്ടുണ്ടോ? അല്ല ലക്ഷ്മി, നിനക്ക് ഈ 3-4 വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ ഇല്ലുള്ളൂ.
അല്ലാണ്ട് വേറെ വല്ല പണിക്ക് പോകുന്നുണ്ടോ? വേറെ ഒന്നും പോകുന്നൊന്നുമില്ല ചേച്ചി. ഇതിലിപ്പോ അത്ര വലിയ പൈസ ഒന്നും വേണ്ട. മാസം 400-500 രൂപ മുതൽക്ക് പ്രീമിയം തുടങ്ങുന്നുണ്ട്. 1 കോടി വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാൻ വരെ എടുക്കാം. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, GST ഒക്കെ ഒഴിവാക്കിയതുകൊണ്ടേ ആദ്യം 10 ലക്ഷത്തിന്റെ പോളിസി എടുത്ത പൈസ കൊണ്ട് ഇപ്പൊ 20 ലക്ഷത്തിന്റെ വരെ പോളിസി എടുക്കാൻ പറ്റും. ഓ, ഇത്രേ ഉള്ളൂ അല്ലേ? നമ്മൾ ഇതുവരെയായിട്ടൊന്നും എടുത്തിട്ട് പോലുമില്ല. അല്ല, ഇത് നീ എങ്ങനെ എടുത്ത്? അത് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് ഉണ്ട് ചേച്ചി. അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താലും മതി. അങ്ങനെയാ ഞാൻ എടുത്തത്. പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിലേ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. അതേപോലെ പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 35% വരെ കുറഞ്ഞ ചെലവിൽ എടുക്കാൻ പറ്റും. ആ, പിന്നെ ലക്ഷ്മി, എൻ്റെ അമ്മയ്ക്ക് ആസ്മന്റെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? ഓ, അതൊക്കെ പറ്റും ചേച്ചി. ഈ ആസ്മ, BP, ഡയബറ്റിസ്, തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ 1-ാം ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോ എടുക്കാനൊക്കെ പെട്ടെന്ന് പറ്റുമായിരിക്കും. പക്ഷെ ഈ ക്ലെയിമിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാലേ നമ്മൾ കുറെ ഓടേണ്ടി വരില്ലേ? ഓരോ ഓട്ടം ഇല്ലേ ചേച്ചി? ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഇൻഷുറൻസിന്റെ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഹെൽത്ത് പോളിസി എടുത്തെടുത്ത് തന്നെ നമുക്ക് 30 മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. എന്നാലും നിന്നെ സമ്മതിക്കണം കേട്ടോ. ആ കൂടി അമ്മയും കുഞ്ഞും നീ മാത്രമല്ലല്ലോടെ. എല്ലാം കൂടി എങ്ങനെയാ ഒറ്റ ചെയ്യുന്നത്? എനിക്ക് എല്ലാത്തിനും ഏട്ടൻ തന്നെ വേണം. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചേച്ചി. ആദ്യമൊക്കെ എന്തിനും ഏതിനും ഭർത്താവ് വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഏട്ടൻ പോയതിനു ശേഷമേ, അല്ലെങ്കിലും അതങ്ങനെ ചേച്ചി, നമ്മളെ താങ്ങാൻ ആരുമില്ലാന്ന് നമുക്കെന്നെ തോന്നുന്ന ഒരു സമയത്തെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ധൈര്യം വരും. ഭർത്താവ് പോയ ശേഷമായിരിക്കില്ലേ ഈ ജോലിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുക? ഇല്ല ചേച്ചി, ഏട്ടനുള്ളപ്പോ തൊട്ട് ഞാൻ പണിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ വെറുതെ ഇരിക്കാൻ പറഞ്ഞാലേ എന്നെക്കൂടെ തീരെ പറ്റാത്ത കാര്യ. കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായിക്കണത് നമുക്ക് സന്തോഷം തന്നെയല്ലേ. ഇനിയിപ്പോ ഭർത്താക്കന്മാർ എന്തൊക്കെ വാങ്ങിച്ചു തരാ പറഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നതിന്റെ സുഖമേ അത് വേറെ ചേച്ചി. ചേച്ചി, ഞാൻ ഇറങ്ങാണേ. ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ആ, പോവല്ലേ? പിന്നെ ലക്ഷ്മി, നീ നാളെ വരുമ്പോഴേ ആ ഗേറ്റിന്റെ പുറത്തുനിന്നുള്ള ഷോപ്പിൽ നിന്ന് 10 രൂപയ്ക്ക് സേഫ്റ്റി പിന്നെ വാങ്ങിട്ട് വരുമോ? ആ ചേച്ചി, ഞാൻ വാങ്ങിട്ട് വരാം. ഒരു മിനിറ്റേ ഏട്ടാ, ഒരു 10 രൂപ തരുമോ? 10 രൂപയോ? നിനക്കെന്തിനാ? സേഫ്റ്റി പിന്നെ വാങ്ങിക്കാനായിട്ടാ. നാളെ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് സാരി കൊടുക്കാനേ. ആ, അത് ശരി. 10 അതുണ്ടാന്ന് തോന്നലടാ. ഒരു കാര്യം ചെയ്യാം, ഞാനേ ജോലി കഴിഞ്ഞ് വരുമ്പോ വൈകുന്നേരം മേടിച്ചു കേട്ടോ. ഇത് എത്ര ദിവസമായി ഞാൻ വാങ്ങിട്ട് വരാൻ പറയണ്? ഏട്ടൻ എപ്പോഴും മറക്ക തന്നെയല്ലേ? എടാ, അത് വേറെ വല്ല കാര്യമാണെങ്കിൽ ഓർമ്മയുണ്ടാവും. ഇത് സേഫ്റ്റി പിന്നെ ആയതുകൊണ്ട് വിട്ടുപോകുന്ന കുഴപ്പമില്ല. ഞാൻ എന്തായാലും മേടിക്കും കേട്ടോ. ഞാൻ മേടിച്ചിടാം. വാങ്ങിയ തന്നെ. എന്നാ വേണ്ട ലക്ഷ്മി, നീ പോക്കോ. ആ സാരില്ല ചേച്ചി, ഞാൻ വാങ്ങിട്ട് വരാം. എന്നാ പിന്നെ വാങ്ങിട്ട് വന്നോ. നാളെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പൈസ വാങ്ങിട്ടേ നിനക്ക് തരാം. ആണോ? എപ്പോഴാച്ചാ? 25-നാ? ഇനിയിപ്പോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എത്ര പൈസ കൊടുക്കണ്ട്? ആ, ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഇല്ല, ഏട്ടൻ പോവാൻ നിൽക്കുന്നേ ഉള്ളൂ. ആ, ഞാൻ പറയുന്നുണ്ട്. ശരി അച്ഛാ. എടാ സന്ധ്യ, നീ ഇന്നലെ ഒരു ചുരിദാർ വേണം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി എടുക്കാൻ വിട്ടുപോയതാ. കാർത്തനുണ്ട്, പോയി എടുത്തോ. ആ, ഞാൻ എടുത്തോളാം. ഏട്ടന് ചായ എടുക്കട്ടെ? ആയിട്ടടാ, കുറച്ചുകൂടി ആയിട്ടെ. സമയം 9-ലായിട്ടുള്ളൂ. പിന്നെ ആ ലക്ഷ്മി ഇപ്പൊ ലീവ് എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലോ. അവളിഞ്ഞ് തിരിച്ചു വരുമോ അതോ വേറെ ആളെ വെക്കണോ? വേണ്ട ഏട്ടാ, അവൾ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മനെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് അത്രേ. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ എത്തും. പിന്നെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തേ, വെറുതെ വിളിച്ചാ? അതേട്ടാ, അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ട് പട്ടാമ്പിയിലെ. വകയില്ല, ഏട്ടനൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അവൻ്റെ മോളുടെ കല്യാണം ഇവരുന്ന് 25-നാ. 4 വർഷം മുമ്പ് നമ്മുടെ കല്യാണത്തിന് അവർ 10,000 രൂപ കവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2,000 ചേർത്ത് 12,000 കൊടുക്കണം എന്ന് അച്ഛൻ പറയണതേ.
ഇപ്പൊ അച്ഛന് പണിയൊക്കെ കുറവല്ലേ, പിന്നെ അമ്മയാണെങ്കിൽ പോകുന്നുമില്ല. അച്ഛൻ ഇപ്പം ആരുടെ അങ്ങനെ കടം വാങ്ങിച്ച ശീലമില്ലേ, അപ്പൊ എന്നോട് ചോദിച്ചതാ. ആ, എൻ്റെ ഒരു 10,000 ഉണ്ടെങ്കിൽ തരുമോ? എടോ, ഇത്രയും കാലമായിട്ടേ ഞാൻ നിന്റെ എന്തെങ്കിലും കാര്യത്തിൽ മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? സന്ധ്യയെ, നിനക്കോ കുഞ്ഞിനോ ഞാൻ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരും, അതിലൊരു മുടക്കം വരില്ല. പക്ഷെ നിന്റെ വീട്ടുകാർക്ക് പൈസ ഇല്ല, അതാണ് ഇതാണെന്നുള്ള ആ പരിപാടി ഉണ്ടല്ലോ, അത് ഇവിടെ നടക്കില്ല കേട്ടോ. ഏട്ടാ, അച്ഛൻ വെറുതെ ചോദിച്ചല്ല, കടമായിട്ടാ. അത് തിരിച്ചു തരും. തിരിച്ചു തരും? എടി, എന്ത് കടാണെങ്കിലും ഒരു മരുമോനോട് പൈസ വയ്ക്കാനേ നിന്റെ അച്ഛൻ എങ്ങനെയാണ് സാധിക്കുന്നത്? എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ സന്ധ്യയെ, നീ ചോദിക്കുമ്പോഴേക്കും ഓരോ സാധനം വാങ്ങി തന്നിട്ടേ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വെറുതെ പൈസ കിട്ടുകയാണെന്ന് വിചാരിക്കണ്ട. എടി, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പോയി കഷ്ടപ്പെടണം. അതിനിടയ്ക്ക് 100 കോള് വരും, സൂപ്പർവൈസർ അത് ഇത് പറഞ്ഞിട്ട്. ഭയങ്കര വർക്ക് പ്രഷർ ആകുമ്പോളെ. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ ഇപ്പൊ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാണ്. ഇനി മറ്റൊരാളുടെ പോക്കറ്റിൽ 1 രൂപയെ നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിലേ ഒരുപാട് കഷ്ടപ്പാടാ. പിന്നെ നീ വീട് പണിയൊക്കെ ചെയ്തിട്ട് കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കുമ്പോ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മാത്രമാണ് നീ ചോദിക്കുമ്പോഴേക്കും എല്ലാം വാങ്ങിത്തരുന്നത്. അതും വിചാരിച്ച് എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ളത് കൊണ്ടല്ല. ഇതാണ് പറഞ്ഞത്, എല്ലാവരും ഒരു പരിധി വരെ നിർത്തണമെന്ന്. ഓവറായ തലയ്ക്ക് കയറുന്നു. വീട്ടുകാർക്ക് വേണ്ടി എന്നോട് പൈസ വെച്ചിരിക്കുന്നു. പൈസ വേണ്ടട്ടാ, അച്ഛനോട് വേറെ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറയാം. എന്നാലും മൂപ്പര് എന്തിനാ പൈസ വെച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നീ വല്ല ജോലിക്ക് പോയിട്ട് സമ്പാദിക്കുന്നുണ്ടാ? എന്നാ പിന്നെ ചോദിക്കുന്നതിൽ ഒരു അർത്ഥം കൊണ്ട് വിചാരിക്കുക. ഇത് മരുമോന്റെ പൈസ കണ്ടിട്ട്. സന്ധ്യ, ഇനി മേലാല് നിന്റെ വീട്ടിലേക്ക് അത് ഇത് കണ്ട് വല്ല പൈസയും ചോദിച്ചിട്ടുണ്ടെങ്കിലേ വെറുതെ ഞാൻ നിന്റെ വീട്ടിലേക്ക് എപ്പോഴും വരാത്തത്. നല്ല ആൾക്കാര്. ലക്ഷ്മി, ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇല്ല ചേച്ചി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സർജറി ആയിരുന്നേ. ഇപ്പൊ വടിയൊക്കെ പിടിച്ച അമ്മ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട്. ആ, പിന്നെ ഭർത്താവുള്ള സമയത്ത് അമ്മ അവിടെ ഒറ്റയ്ക്കായിരുന്നോ അതോ നിങ്ങളുടെ കൂടെ ആയിരുന്നോ? അമ്മ അവിടെ തന്നെ ആയിരുന്നു. ഞാനുമായിട്ടും കുറെ വിളിച്ചതാ, പക്ഷെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടാവട്ടാ തോന്നുന്നു. അമ്മ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. അല്ല, അപ്പൊ അമ്മന്റെ ചെലവിനൊക്കെയോ? അമ്മ ആദ്യം പണിക്കൊക്കെ പോയത് ചേച്ചി. പിന്നെ ഇയർ ബാലൻസിന്റെ ചെറിയൊരു പ്രശ്നമുണ്ടേ, അതുകൊണ്ട് ഞാനാ പറഞ്ഞു പോണ്ടാന്ന്. എന്തായാലും മാസം മാസം ഞാൻ പൈസ അയച്ചു കൊടുക്കലുണ്ട്. അപ്പൊ നിന്റെ ഭർത്താവ് ഒന്നും പറയില്ലായിരുന്നോ? എന്ത് പറയാൻ, നമ്മൾ അധ്വാനിച്ച പൈസ അല്ലേ ചേച്ചി, അല്ലാണ്ട് ഏട്ടന്റെ പൈസ ഒന്നും അല്ലല്ലോ. കൊടുക്കുമ്പോ കൊടുത്തു പറയും, അത്ര തന്നെ. അല്ലെങ്കിലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതല്ലേ, അവന്റെ പ്രായമാകുമ്പോ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അല്ല, ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല. എൻ്റെ അനീഷ്, എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാണ്ടല്ല, പക്ഷെ ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ ഇതിലൊക്കെ ഇടപെടുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. എടാ, നീയല്ലേ പറഞ്ഞത് 1 വർഷം കൊണ്ട് പൈസ ഇരട്ടിയാവും, അതാണ് ഇതാണ് പറഞ്ഞിട്ട്. എന്നിട്ട് വെറുതെ ഉണ്ടായപ്പോ പരിപാടിക്ക് കൂട്ടുനിന്ന് പോയി. എടാ, എല്ലാം പോയോ? ഇട്ടതുപോലെ തിരിച്ചു കിട്ടില്ല. എടാ, ചില്ലറ പൈസ ഇല്ലടാ, കേസും കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയായല്ലോ. അനീഷ, നീ എന്റെ മുന്നിൽ കാണണ്ട, നീ വിജയ് പോടുന്നു. ദൈവമേ. എന്താ നിനക്ക് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇതിപ്പോ കൊറേ ദിവസമായില്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ച് നടക്കണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയും, സമാധാനം കിട്ടുമല്ലോ. ആ സന്ധ്യ, എനിക്ക് പ്രശ്നമുണ്ട്. എന്റെ കുറെ പൈസയെ ഞാൻ ഒരു മണി ചെയിനിലിട്ട് അതെല്ലാം പോയി. എനിക്കിപ്പോ ഇത്തിരി പൈസന്റെ ആവശ്യമുണ്ട്. നീ തരുമോ? നീ തന്നെ സഹായിക്കുമെന്ന്? എടി, നിനക്ക് ചുരിദാർ വേണം, സാരി വേണം, അത് വേണം, ഇത് വേണം ഓർഡർ ചെയ്യാനല്ലേ അറിയുള്ളൂ. അല്ലാണ്ട് 1 രൂപ ഈ കുടുംബത്തിലേക്ക് നിന്നെ കൊണ്ട് പ്രയോജനമില്ലല്ലോ. പിന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നിന്നോട് ഷെയർ ചെയ്തിട്ട് എന്താക്കാണ്ട് നീ എങ്ങനെ സോൾവ് ചെയ്യുന്ന പറയുന്നത്? കുറച്ചൊരു മിണ്ടാതിരിക്കേ, അത് നിന്നെ കൂടെ പഠിച്ചുള്ളൂ. ഏട്ടൻ അതിനും ഇതിനെ കൊണ്ട് പൈസ ഇട്ടിട്ട് എന്നെ എന്തിനു ചീത്ത പറയാൻ നിൽക്കുന്നത്?
എടി നീ ഇപ്പൊ തിന്നുന്ന പിസ്തയ്ക്കും ബദാമിനും ഡേറ്റ്സിനൊക്കെ എത്ര പൈസയാണെന്നറിയോ? എടി എന്റെ ശമ്പളം കൊണ്ടേ എല്ലാം മുന്നോട്ട് പോവില്ല. ഇതുപോലത്തെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവള് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് 3 നേരം തിന്നാൻ കിട്ടുന്നില്ല, അത് തിന്നിരിക്കി. അമ്മ എന്തുകൊണ്ട് ജോലിക്ക് പോകാൻ വെച്ചത്? പഠിച്ചോട്ടാ. ഏട്ടാ, എൻ്റെ ഫ്രണ്ട് ജിഷ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ വർക്ക് ചെയ്യുന്ന പുത്തൂർ സ്കൂളിലെ ഒരു ടീച്ചറിന്റെ വേക്കൻസി ഉണ്ട് അത്രേ. അത്യാവശ്യം നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ PGയും BEd ഒക്കെ കഴിഞ്ഞതല്ലേ. തിങ്കളാഴ്ച ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്യണ്ടാ. ജോലി കിട്ടിയാൽ പോവാലോ. എന്താ സഞ്ജയ്, ഇത്രയും കാലം നിനക്ക് ജോലിക്ക് തീരെ താല്പര്യമില്ലായിരുന്നല്ലോ, പിന്നെന്തപ്പോ? ഒന്നുമില്ല ഏട്ടാ, ആദ്യമൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടേ ചുമ്മാ മടി പിടിച്ചു പോയി. അതാ ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ഇനി അങ്ങനെ ഇരിക്കുന്നില്ല, ഇത്രയും പഠിച്ചതല്ലേ. ഓ എന്റെ സന്ധ്യ, സോറി. ഞാൻ അന്ന് അത്രയും പൈസ പോയതിന്റെ ടെൻഷൻ നിൽക്കുമ്പോ നീ ഓരോ ചോദിച്ചപ്പോ ഞാൻ പൊട്ടിത്തെറിച്ച് പോയതാ. ഇനിയിപ്പൊ അന്ന് അത് പറഞ്ഞു പറഞ്ഞിട്ടേ ഇനി ജോലിക്ക് പോകാൻ നിൽക്കണ്ട. അല്ല ഏട്ടാ, അതുകൊണ്ടൊന്നല്ല. അല്ലെങ്കിലും അന്ന് ഏട്ടൻ പറഞ്ഞില്ല എന്താ തെറ്റ്? കാര്യം തന്നെയല്ലേ പറഞ്ഞേ. ഏട്ടാ, ഇത്രയും കാലം നീ പണിക്ക് വേണ്ടി വീട്ടിലിരുന്നല്ലേ. ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ളതാണ്. ഏട്ടാ, രാവിലെ പോയ ഏതെങ്കിലും സമയവും തിരിച്ചു വരെ. ഒന്നാമത് ടീച്ചിങ് ജോലിയല്ലേ, ഫുൾ ടൈം നിന്നിട്ട് നല്ല സൗണ്ട് സംസാരിക്കേണ്ടി വരും. അതൊന്നും ആയില്ല. എടാ, നിനക്ക് എന്ത് വേണം ഞാൻ വാങ്ങി തരുന്നില്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ജോലിക്ക് പോകുന്നത്? ഏട്ടാ, ഈ ഭർത്താവിന്റെ ചെലവിൽ കഴിയണത് അന്തസ്സായിട്ട് കരുതുന്ന എന്നെ പോലത്തെ ഒരുപാട് പെണ്ണുങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിപ്പോൾ എന്താവശ്യപ്പെട്ടാലും നിങ്ങൾ അതൊക്കെ എനിക്ക് എത്തിച്ചേരും. പക്ഷെ ഞങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു 10 രൂപന്റെ സാധനം പോലും സ്വന്തമായിട്ട് വാങ്ങിക്കാൻ കഴിവില്ല എന്ന് പറയുമ്പോണ്ടല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചെന്നാലും ചെലവിനുള്ള പൈസ തന്നാലും അതൊന്ന് 1 രൂപ എടുക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത കുറ്റബോധമായിട്ടാ. കാരണം അത് ഞങ്ങളുടെ പൈസ ഇല്ലല്ലോ, ഞങ്ങൾ രാവും പോലും കിടന്ന് അധ്വാനിച്ച് കിട്ടുന്നതല്ലേ. അതുകൊണ്ട് തന്നെയാ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ആരും അറിയാണ്ട് മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുന്നത്. ഞങ്ങൾ ഇത്രയും പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അച്ഛനമ്മയ്ക്ക് വേണ്ടി 1 രൂപ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ഭർത്താവിൻ്റെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അതും മോശമല്ലേ. പിന്നെ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഏട്ടാ. കുടുംബത്തിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം വന്നാൽ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് കരഞ്ഞിരിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഏട്ടൻ വിഷമിക്കണ്ട, ഞാൻ ജോലിക്ക് പോകുന്നില്ലെന്ന് പറയാനുള്ള വോയിസ് ഞങ്ങൾക്കില്ലല്ലോ. ഇവിടെ പണിക്ക് വന്ന ലക്ഷ്മിൻ്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുത്തെ രാജകുമാരിയാന്നുള്ളത്. പക്ഷെ അല്ല ഏട്ടാ, അവളെ പോലെ പണിക്ക് വന്ന ഓരോ പെണ്ണുങ്ങളുവാ രാജകുമാരികൾ. കാരണം അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ ആശ്രയിക്കണ്ടല്ലോ. സ്വന്തമായിട്ട് അധ്വാനിച്ചെടുത്ത പൈസയെന്ന് ധൈര്യമായിട്ട് വാങ്ങിക്കാമല്ലോ. അതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെ ഏട്ടാ. ഞാൻ മാറി മാറി ഇടുന്ന ഡ്രസ്സും 3 നേരം കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ അധ്വാനം കൊണ്ടല്ല എന്നൊരു തോന്നൽ വരുമ്പോണ്ടല്ലോ ഏട്ടാ. എന്തായാലും എനിക്ക് ജോലിക്ക് പോകണം, അതെനിക്കൊരു കോൺഫിഡൻസ് തരേ ഉള്ളൂ. ഏട്ടൻ ഇനി അത് വേണ്ടെന്ന് പറയണ്ട. കുഞ്ഞാ, അമ്മ ഇറങ്ങാം കേട്ടോ. സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട്, ചിലപ്പോൾ വരാൻ വൈകുവേ. പിന്നെ മോൻ ലീവാണ് കേട്ടാ, അച്ഛൻ 2 ദിവസം ഇങ്ങോട്ട് കൊണ്ടിരുത്തിയത്. ഓടിപ്പിക്കാൻ നിൽക്കല്ലേ. ഇല്ല അമ്മ, കുഞ്ഞു കുരുത്തകൾ കാണിച്ചില്ല. അമ്മയ്ക്ക് എന്താണ് ഇത്ര ഹാപ്പി? ഇപ്പൊ അമ്മ ജോലിക്കൊക്കെ പോയിട്ട് ശമ്പളമൊക്കെ കിട്ടിയിട്ട് കുഞ്ഞൂസിനും ഈ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരില്ലേ, അതിന് സന്തോഷാ. അമ്മ എന്തോന്ന് ബസ്സിന്റെ പൂര് അച്ഛയല്ലേ കൂട്ടി വാങ്ങിച്ചു തരാ പറഞ്ഞതല്ലേ? 3-4 മാസം കൂടി അമ്മ ജോലിക്ക് പോയാലേ ഇതൊക്കെ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റൂടെ കൂട്ടിക്കുറുമ്പ. പിന്നെ ഇതിന് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നേ. അച്ഛന് വേറെ വേറെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അത് അമ്മ പോട്ടെ. വരുമ്പോ വണ്ടി വരാം കേട്ടോ. ഭർത്താവിന്റെ ചെലവിൽ കഴിയുന്നത് വളരെ അന്തസ്സായിട്ട് കാണുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പൊന്നുപോലെ നോക്കും, എന്തു പറഞ്ഞാലും വാങ്ങിത്തരും, ഇനി മാസം ചെലവിന് പൈസ തരും, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും
നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ഇവിടുത്തെ ഒരു സാധനം പോലും വാങ്ങാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അതിനു പോലും മറ്റുള്ളവരെ ആശ്രയിക്കണം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. എപ്പോഴും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ആ കുടുംബത്തിനോ ഭർത്താവിനോ ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നാൽ ജോലിക്ക് പോവാത്ത ഇതുപോലത്തെ സ്ത്രീകൾക്ക് നോക്കി നിൽക്കാനേ കഴിയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കരയാൻ പറ്റും, അല്ലാതെ വേറൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചെറുതാണെങ്കിലും എല്ലാ സ്ത്രീകളും തീർച്ചയായിട്ടും ജോലിക്ക് പോകാൻ ശ്രമിക്കുക. അത് നിങ്ങളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കും, അത് ഉറപ്പാണ്. ഈ ഒരു വീഡിയോക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് കമൻസുകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകും. വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. ഇതൊരിക്കലും പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം നമുക്കോ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നാൽ വലിയൊരു തുകയായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരിക. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ലീഡിങ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക.